മുത്തുമണീസ്. അപ്പൊ വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുട്ടി പൊറാട്ട റോളിന്റെ റെസിപ്പി കണ്ടാലോ? അപ്പൊ ഞാൻ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് പൊരിച്ച് വറുത്ത് കോരി എടുക്കണം കേട്ടോ. അപ്പൊ 6 ആക്കുള്ളതാണ് ഇതിപ്പോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിലേക്ക് ആദ്യം ഞാൻ 1 സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 സ്പൂണ് സാധാരണ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ഇട്ടിട്ടുള്ള ഒരു നുള്ള് മല്ലിപ്പൊടി ഇട്ടോ, ഒരു നുള്ള് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആവശ്യത്തിന് ഉപ്പിട്ടോളി. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ച കേട്ടോ, ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. ഇത് സാധാരണ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് നല്ല കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ സെറ്റ് ആവുന്ന വരെ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും വേഗം പൊരിക്കാൻ ഇട്ടിട്ടുണ്ട്. ഒരു പാൻ എടുത്ത് അത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിക്കുന്നവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, സൺഫ്ലവർ ഉപയോഗിക്കുന്നവർക്ക് അത് ഒഴിക്കുക കേട്ടോ. ഞാൻ എന്തായാലും വെളിച്ചെണ്ണ ഒഴിച്ചു. കൂടുതൽ ടേസ്റ്റ് എനിക്ക് വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോഴാണ് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പൊരിക്കാനുള്ളത് എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് തട്ടി മറിച്ച് 2 സൈഡും നല്ലോണം മൊരിച്ച് പൊരിച്ചെടുക്കണം കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് വേറൊരു പണിയുണ്ട്, മയോണൈസ് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ മയോണൈസ് ഉണ്ടാക്കിയത് ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ടേന്റെ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ 3 അല്ലി വെളുത്തുള്ളി, ഒരു നുള്ളു ഉപ്പ്, ഒരു പിഞ്ച് പഞ്ചസാര, ഒരു കുറച്ച് വിനെഗർ, ഇതെല്ലാം കൂടി ഒഴിച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ട് നമ്മളെ മയോണൈസ് സെറ്റ് ആയിട്ടുണ്ട്. മയോണൈസ് പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ മയോണൈസ് ഭയങ്കര ഇഷ്ടമാട്ടോ. തനുമൂക്കളായാലും രാവിലേട്ടനായാലും ഒക്കെ എല്ലാവരും മയോണൈസിന്റെ ഭയങ്കര ആശാമാരാണ്. അപ്പൊ നമ്മളെ ചിക്കൻ ഒരു ഭാഗം മൊരിഞ്ഞ് വെന്ത് ഇപ്പൊ 2 സൈഡും വെന്തിട്ടുണ്ട്. അത് ഞാൻ എല്ലാം കൂടി പിച്ചി കുട്ടി പരുവാക്കി. ഇനി എല്ലൊക്കെ എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. തൊണ്ടയെ കുടുങ്ങി തട്ടിപ്പോയില്ലെങ്കിൽ അങ്ങനെ ഞാൻ അതെല്ലാം കൂടി മാറ്റി എല്ലൊക്കെ മാറ്റി എല്ലാം കൂടി കുട്ടി പീസാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കാബേജ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നീളത്തിൽ സ്ലൈസ് ചെയ്ത പോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. കാബേജും ക്യാരറ്റും ഒക്കെ ഞാൻ എന്റെ ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ടുള്ള കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു സോസാണ് വേണ്ടത്. പിന്നെ പൊറാട്ടയോ ചപ്പാത്തിയോ കുബൂസോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം എന്തായാലും സംഭവം. അപ്പൊ എനിക്ക് പൊറാട്ടയാണ് ഇഷ്ടം. അതാകുമ്പോൾ ഒരെണ്ണം കഴിച്ചാൽ പെട്ടെന്ന് വയറ് നിറയുമല്ലോ. അങ്ങനെ നമ്മൾ ആ ഒരു പൊറാട്ട എടുക്കുക, അതിൻ്റെ അകത്തേക്ക് ആ മയോണൈസ് നല്ലോണം തേച്ച് സെറ്റ് ആക്കണം കേട്ടോ. മയോണൈസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ കുറച്ച് തിക്കായിട്ട് വേണം മയോണൈസ് ഉണ്ടാക്കാൻ കേട്ടോ. ഇല്ലെങ്കിൽ ഇതിനിങ്ങനെ മെൽറ്റായിട്ട് ഇങ്ങനെ നമ്മൾ റോൾ ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉറ്റി പോവും മയോണൈസ് ലൂസായി കഴിഞ്ഞാൽ. അപ്പൊ കുറച്ച് തിക്കായിട്ട് മയോണൈസ് ഉണ്ടാക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മയോണൈസ് നന്നായിട്ട് അതിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തത് വേണ്ടത് അതിലേക്ക് ക്യാരറ്റ്, ക്യാബേജ്, ഇത് രണ്ടും നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ചിക്കൻ പീസ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടി പീസാക്കി എടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ചെറുതാക്കണം ഉണ്ടാക്കി. പിന്നെ നമുക്ക് അങ്ങനെ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പീസാക്കണം, എന്നാലേ അത് കുറച്ച് ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ സോസ്, ടൊമാറ്റോ സോസ് ആവശ്യത്തിന് ഒഴിക്കുക. അത്യാവശ്യം സോസ് ഒഴിക്കണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സോസും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. റോൾ ചെയ്യുക, കറുമുറ കടിച്ചും കൂടി തിന്നുക. എന്ത് എളുപ്പമാണ്, പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ സാധനം സെറ്റ് ആക്കുന്നു. ഇതിന് ഷവർമ എന്നും പറയും, പൊറോട്ട ഷവർമ എന്നും പറയും, പൊറോട്ട റോളെന്നും പറയും കേട്ടോ. ഇവിടെ ഞാൻ 6 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 6 എണ്ണം തീർന്ന വഴി കണ്ടില്ല മക്കളെ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിലേക്ക് ചിലപ്പോൾ പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. എന്നാൽ ഒരു വെറൈറ്റി ആയി. അപ്പൊ എന്റെ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ എല്ലാരും മറക്കാതെ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ എന്റെ ചാനൽ ഇറങ്ങി സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ടാറ്റ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.